സംഭവം ആൻ്റണി ഉള്ളതുകൊണ്ടാണ് റയൽ ബെറ്റിസിൻ്റെ മാച്ചസ് ഒക്കെ കാണുന്നത് എന്നുണ്ടെങ്കിലും അറിയാതെ അറിയാതെ ഒരു ചെറിയ ഇഷ്ടം വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ചിലപ്പോൾ ബാർസയെ സമനിലയിൽ പിടിച്ചത് കൊണ്ടുള്ള ഒരു ഇൻഫാക്ച്വേഷനുമാകാം. എന്താ സംഭവം എന്നറിയില്ല. എനിവേ, റയൽ മാഡ്രിഡിന് ചെറിയൊരു സമാധാനം കൂടെയാണ് ബാർസലോണ വേഴ്സസ് റിയൽ ബെറ്റീസ് മാച്ചിൻ്റെ റിസൾട്ട്. 6 പോയിന്റിൻ്റെ ലീഡിന് പകരം 4 പോയിന്റിൻ്റെ ലീഡിനെ പറ്റി ആലോചിച്ച് വെറീഡായാൽ മതി. ബാർസ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ ചാൻസസ് ഉള്ള സമയത്തൊക്കെ ഒരാവശ്യമില്ലാതെ റയലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യാണ്. വിനീഷ്യസ് ജൂനിയർ പെനാൾട്ടി മിസ്സാക്കിയ മാച്ചിൽ വലൻസിയക്കെതിരെ 2-1 പരാജയം. ഈ ഒരു മാച്ച് ഞാൻ കാണാത്തതുകൊണ്ട് അധികം ഒപ്പീനിയൻസ് ഒന്നും പറയുന്നില്ല. ബട്ട് വലൻസിയയുടെ ഗോൾ കീപ്പർ മമ്മദർ ഷ്വി 8 സേവ് എന്തോ മാച്ചിൽ മൊത്തം നടത്തി. അതും 5 ഇൻസൈഡ് ദ ബോക്സ്. വിനീഷ്യസിനെ ഏറ്റവും €50 ബെറ്റ് വെച്ചിട്ടൊക്കെയാണ് ആള് ആ ഒരു പെനാൾട്ടി സേവ് ചെയ്തത്. ഇത്രേ വിനി എന്തായാലും തോറ്റിയില്ലേ, ഇനി ആ പൈസ കൊടുക്കേ. ആൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എനിവേ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബിഗ് ബോയ്സ് റിയൽ ബെറ്റിസ്. ഓൾ ജോക്സ് അസൈഡ്, ആന്റണി ഗോട്ട് അത് ഇതെന്നൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ ഒരു ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം ദേ ഡിസേർവ് ഇറ്റ്. ലാസ്റ്റ് 5 ലാലിഗ മാച്ചസിൽ മാത്രം അവർ റയലിനെതിരെയും അതുപോലെ ബാർസക്കെതിരെയും ഇപ്പോൾ കളിച്ചു. ആൻഡ് ദേ ആർ സ്റ്റിൽ അൺബീറ്റൺ. ആൻഡ് ഈ ഒരു അൺബീറ്റൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് കുറേ ബസ് പാർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഈ ഹറാംബോൾ കളിച്ചിട്ടൊന്നല്ല അവർ ഈ റിസൾട്ട്സ് ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഇച്ചിരിയും കൂടെ ഇവരെ പറ്റിയിട്ട് പറയുമ്പോൾ ചെറിയൊരു എന്താ പറയുക, പ്രീമിയർ ലീഗിൽ നമ്മൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ, ഐ മീൻ അവർ ആസ്റ്റൺ വില്ലക്കെതിരെ ഇന്ന് തോറ്റു. ബട്ട് സ്റ്റിൽ ഇത്രയും ഫോമിലുള്ള അത്രക്കും നല്ല ടീം കെമിസ്ട്രി ഉള്ള ബാർസക്കെതിരെ റയൽ ബെറ്റീസ് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്നൊന്നും ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ബട്ട് അവർ ഫൈറ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആൻഡ് അവർ മാക്സിമം എഫേർട്ട് തന്നെ കളിച്ചു. ഓരോ പ്ലെയറും അവരുടെ റോൾ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ആൻഡ് 1-1 ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട്. മാച്ചിൻ്റെ 7th മിനിറ്റിൽ തന്നെ ഗാവി ബാർസയ്ക്ക് വേണ്ടിയിട്ട് സ്കോർ ചെയ്തപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് 10 മിനിറ്റ് എങ്ങാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് റയൽ ബെറ്റിസ് ഗോള് തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് ബാർസ ഉണ്ടാക്കിയ ചാൻസസ് ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ ഗോളാക്കാതെ നോക്കി. ഈവൻ മാച്ചിന്റെ ലാസ്റ്റ് സെക്കൻഡിൽ വരെ ബാർസലോണ അത്രക്കും കിടിലനായിട്ടുള്ള ഒരു ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. ആന്റണിഞ്ഞോ ഹിസ് പെർഫോമൻസ് വാസ് ഓക്കെ. ആള് അത്ര വലിയ സംഭവം എന്ന് പറയാനുള്ളതൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ ഹി ഡിഡ്ന്റ് ഡു എനിത്തിങ് സ്റ്റൂപ്പിഡ്. സോ 1-2 നല്ല റൺസ് ആള് വിങ്ങിൽ മേക്ക് ചെയ്തു. ആൻഡ് 1-2 നട്ട്മഗ്സും ഞാൻ കണ്ടു. ആരുടെയൊക്കെ നടി കൂടെ ഇട്ടു. മറ്റൊരു കാര്യം, റയൽ ബെറ്റിസ് അവരുടെ മെയിൻ സ്റ്റാർ ഇസ്കോ ഇല്ലാതെയാണ് മാച്ചൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ബാർസനെ കുറിച്ചിട്ട് ഓരോ 2 ദിവസം കൂടുമ്പോഴും ഓരോ മാച്ച് കളിക്കേണ്ട ഒരു സിറ്റുവേഷനിലായിരുന്നു. അവർക്കും കുറേ പ്ലേയേഴ്സിന് റെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചുരുക്കി പറഞ്ഞ അടുത്ത മാസം വരാനിരിക്കുന്ന എൽ ക്ലാസിക്കോ തീരുമാനിക്കും ഏത് ടീമാണ് ലാലീഗ അടിക്കുക എന്നുള്ളത്. ആൻഡ് ഇപ്പോഴത്തെ 2 ടീമിൻ്റെയും ഫോമും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ഏത് ടീമാവുമെന്ന്. ഞാൻ പേരെടുത്ത് പറയണില്ല. മറ്റൊരു ന്യൂസിൽ PSG ലീഗ് 1 ട്രോഫിയൊക്കെ അടിച്ചിട്ടുണ്ട്. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ റേസ്. ആകെ 24 പോയിന്റിൻ്റെ വ്യത്യാസം ഉള്ളേനോ. ഐ മീൻ അവർ അൺബീറ്റൻ ആയിട്ടാണ് കേട്ടോ ഇതുവരെ ലീഗിൽ കളിച്ചത്. ഇതുവരെ തോറ്റിട്ടില്ല. ഇൻ്റെ ജിങ്സ് അവിടെ വർക്കാവോ നോക്കുക. അത്രക്കുള്ളൂ. ബൈ.